അങ്ങനെ തണ്ടർ ബോൾട്സ് പടം ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആ തണ്ടർ ബോൾട്സിൽ നമ്മൾ മെയിനായിട്ട് മാർവലിൻ്റെ പുതിയൊരു സൂപ്പർമാനെ പോലെ ഒരു ക്യാരക്ടറെ കണ്ടിട്ടുണ്ടാവും, സെൻട്രി. ആരുടെ അവൻ സൂപ്പർമാനെ പോലെ തന്നെ ഉണ്ട്, കാണാൻ സൂട്ടും ഒക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെ ഉണ്ട്, സൂപ്പർമാനെ പോലെ തന്നെ പവേഴ്സും ഉണ്ട്. എന്തിനും സൂപ്പർമാനേക്കാളും കുറച്ചുകൂടി ഓവർ പവർഡ് ആയിട്ടുള്ള പോലെയാണ് കാണിച്ചിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഈ സെൻട്രിയും നമ്മുടെ സൂപ്പർമാൻ, ഐ മീൻ ഡി സിയുടെ സൂപ്പർമാനും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നാൽ ആരായിരിക്കും ജയിക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പണ്ട് ഇതേപോലെ ഒരു വീഡിയോ സെയിം ടോപ്പിക്കിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ രണ്ടുപേരുടെയും പവേഴ്സ് ലെവൽസും കോമിക്സിൽ വെച്ചിട്ട് തന്നെ ഇവരുടെ പവേഴ്സ് ലെവൽസൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് സൂപ്പർമാൻ്റെ സൈഡിൽ നോക്കാം. ആദ്യം സൂപ്പർമാൻ്റെ ഒറിജിൻ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് പുള്ളിയുടെ പ്ലാനറ്റ് ക്രിപ്റ്റോൺ നശിക്കാൻ വേണ്ടി പോകുമ്പോൾ പുള്ളിയുടെ പാരൻസ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ സൂപ്പർമാൻ്റെ പാരൻസ് പുള്ളിനെ സേഫ് ആക്കിയിട്ട് ഒരു എർത്ത്, ഐ മീൻ ഒരു ലിവിങ് പ്ലാനറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് പുള്ളിയുടെ മകനെ സേഫായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാനറ്റിലേക്ക് അയക്കും. അങ്ങനെ നമ്മുടെ എർത്തിലെത്തിയ സൂപ്പർമാൻ പുള്ളിയുടെ അഡോപ്റ്റഡ് പാരൻസ് ആയിട്ടുള്ള മാർത്തയും ജോൺ കെന്നഡിയും കൂടി വളരും. ഇതാണ് സൂപ്പർമാൻ്റെ സ്റ്റോറി. ഇനി പുള്ളിയുടെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ക്രിപ്റ്റോൺ, അതായത് സൂപ്പർമാൻ്റെ ഹോം പ്ലാനറ്റ് റെഡ് സണ്ണിനെ ആയിരുന്നു ചുറ്റിക്കൊണ്ടിരുന്നത്. അതായത് അവരുടെ സോളാർ സിസ്റ്റം ഒരു റെഡ് സണ്ണിനായിരുന്നു ചുറ്റിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇപ്പോൾ നമ്മുടെ എർത്തിൽ എങ്ങനെയാണ് നമ്മൾ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെയാണ് അവരുടെ പ്ലാനറ്റിൽ അവർ നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമനെ പോലെയായിരുന്നു പവേഴ്സ് ഉണ്ടായിരുന്നത്. ഇനി സൂപ്പർമാൻ്റെ പവർ എങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിപ്റ്റോണിയൻ DNA, അതായത് ക്രിപ്റ്റോണിയൻ സെൽസ് ഉള്ളവർ യെല്ലോ സണ്ണിൻ്റെ അണ്ടറിൽ വരുമ്പോൾ അവരുടെ DNA, ഐ മീൻ അവരുടെ ബോഡി ആ യെല്ലോ സണ്ണിൻ്റെ എനർജി മൊത്തം അബ്സോർബ് ചെയ്ത് അത് അവർക്ക് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്തും പവേഴ്സും കൊടുക്കും. അതാണ് നമ്മുടെ സൂപ്പർമാന് കിട്ടിയിരിക്കുന്നത്. അതായത് ക്രിപ്റ്റോണിലാണെങ്കിൽ പുള്ളി ഇപ്പോഴും നോർമലായിട്ടുള്ള ഒരു ഹ്യൂമനെ പോലെ പവേഴ്സേ ഉണ്ടാവുള്ളൂ. പുള്ളി ഭൂമിയിലായതുകൊണ്ടാണ് ഇവിടുത്തെ യെല്ലോ സണ്ണിൻ്റെ പവർ കാരണം പുള്ളി അത്രയും സൂപ്പർ ഓവർപവർഡായിട്ട് മാറിയത്. ഇനി പുള്ളിയുടെ പവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിറ്ററലി ഒരു ഗോഡ് ലെവൽ ബീയിങ് ആണ്. അതായത് ഗോഡല്ല, ഗോഡ് ലെവൽ ബീയിങ്. പുള്ളിയുടെ പവേഴ്സിലേക്ക് വരികയാണെങ്കിൽ കോമിക്സിലൊക്കെ പുള്ളിക്ക് ഒരു പ്ലാനറ്റിനെ തന്നെ മൂവ് ചെയ്യാൻ മാത്രം പവേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പ്ലാനറ്റ്സിനെയൊക്കെ ചങ്ങല കെട്ടി വലിക്കുന്നവരൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഫിക്ഷനാണ്. പക്ഷേ നമ്മുടെ മൂണിനെയും എർത്തിനെയൊക്കെ ഒരുപാട് തവണ പുള്ളി മാറ്റിയതുപോലെ കാണിച്ചിട്ടുണ്ട്. അതായത് പുള്ളിയുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലാനറ്റിനെ തന്നെ മൂവ് ചെയ്യാൻ മാത്രം പവർഫുള്ളാണ് സൂപ്പർമാൻ. ഒരു ഘട്ടത്തിൽ നമ്മുടെ എർത്തിനേക്കാളും 3 മടങ്ങ് വെയിറ്റ് തോളത്ത് വെച്ചിട്ട് ബെഞ്ച് പ്രസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൂപ്പർമാൻ. ഇത് കോമിക്കിലാണേ. പടത്തിലും പുള്ളി സൂപ്പർ ഓവർപവർഡാണ്, പക്ഷേ ഇത്രയ്ക്കും പവർഫുൾ ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല. പിന്നെ പുള്ളിക്ക് എക്സ്റേ വിഷൻ, ഹീറ്റ് വിഷൻ, ഇതേപോലെ ഫ്ലൈറ്റ് എബിലിറ്റി, അങ്ങനെയുള്ള സൂപ്പർ പവേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് സൂപ്പർമാൻ്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇപ്പം നമ്മുടെ ഗാലക്സിയിൽ നിന്ന് വേറൊരു ഗാലക്സി വരെ തന്നെ സൂം ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റായിട്ട് റിലീസായിട്ടുള്ള ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റി എർത്ത് എന്ന് പറഞ്ഞ ആനിമേഷൻ പടത്തിൽ നമ്മുടെ സൂപ്പർമാൻ്റെ ഈ പവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വേറൊരു ഗാലക്സിയിൽ നടക്കുന്ന ഒരു ഡിസ്ട്രക്ഷൻ വേറൊരു ഗാലക്സിയിൽ നിന്നുകൊണ്ട് നമ്മുടെ സൂപ്പർമാന് സൂം ചെയ്ത് കാണാൻ പറ്റും, അടുത്ത് നിൽക്കുന്ന പോലെ. പുള്ളിയുടെ എക്സ്റേ വിഷൻ വെച്ചിട്ട് ഒരു ഹ്യൂമൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ട് എന്ന് തന്നെ പുള്ളിക്ക് ഒരു എക്സ്റേ എടുക്കുന്ന പോലെ സൂം ചെയ്ത് കാണാൻ പറ്റും. പിന്നെ പുള്ളിയുടെ ഹീറ്റ് വിഷൻ വൺ ഓഫ് ദ പവർഫുള്ളാണ്. അതായത് പുള്ളിയുടെ ഹീറ്റ് വിഷനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഹീറ്റ് വിഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഡാർക്ക് സൈഡിൻ്റെ ഒമേഗ മ്യൂ പോലെ. പക്ഷേ എന്നാലും DC തന്നെ പവർഫുൾ ഹീറ്റ് വിഷൻസിൽ ഒന്നാണ് നമ്മുടെ സൂപ്പർമാൻ്റെ. പിന്നെ പുള്ളിക്ക് കോൾഡ് ബ്രെത്ത്, ഇങ്ങനെ ഒരുപാട് പവേഴ്സ് ഉണ്ട്. പുള്ളിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. എപ്പോഴും സൂപ്പർമാൻ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടാണ്, അതായത് പുള്ളിയുടെ പവേഴ്സും പഞ്ചും പുള്ള് ചെയ്തിട്ടാണ് പുള്ളി ഫൈറ്റ് ചെയ്യാറ്. എന്നാലും പുള്ളിനെ വേദനിപ്പിക്കുക, ഐ മീൻ പുള്ളിനെ ഹാം ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത്രയും സൂപ്പർ ഓവർപവർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പുള്ളിനെ ഒന്ന് അനക്കാൻ തന്നെ പറ്റുള്ളൂ, നമ്മുടെ ഡാർക്ക് സൈഡിനെ പോലെ ഷെസാമിനെ പോലുള്ള ക്യാരക്ടേഴ്സൊക്കെ. പക്ഷേ എന്നാലും ഇവരുടെ അടുത്ത് സൂപ്പർമാനെ ഹോൾഡ് ബാക്ക് ചെയ്ത് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കാര്യം തീർന്നു. പിന്നെ പുള്ളിനെ ഹാം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് 2 മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് ക്രിപ്റ്റണൈറ്റും പിന്നെ ഒന്ന് റെഡ് സണ്ണും. അതായത് പുള്ളിയുടെ ഹോം പ്ലാനറ്റിലുള്ള ഒരു റയർ മെറ്റീരിയൽ ആയിട്ടുള്ള ക്രിപ്റ്റണൈറ്റ് കൊണ്ട് മാത്രമാണ് സൂപ്പർമാനെ വീക്കാക്കാൻ പറ്റുക. അതും അത് യൂസ് ചെയ്തിട്ട് പുള്ളിയുടെ ഹീലിംഗ് ഫാക്ടേഴ്സൊക്കെ കുറയ്ക്കാനും പുള്ളിനെ കുറച്ച് നേരത്തേക്ക് ഡൗൺ ആക്കാനൊക്കെ പറ്റും. അത് മാറിക്കഴിഞ്ഞാൽ പുള്ളിക്ക് വീണ്ടും പുള്ളിയുടെ പവേഴ്സ് തിരിച്ചിട്ടു. അതേപോലെ തന്നെ പുള്ളിയുടെ ഹോം വേൾഡിൽ ഉണ്ടായിരുന്ന പോലുള്ള റെഡ് സണ്ണ്, അതായത് യെല്ലോ സണ്ണാണ് മെയിനായിട്ട് സൂപ്പർമാന് പവേഴ്സ് കൊടുക്കുന്നത്. ആ യെല്ലോ സൺ ഇല്ലെങ്കിൽ പുള്ളിക്ക് പവേഴ്സ് അധികം കിട്ടത്തില്ല. പിന്നെ പുള്ളിയുടെ സൂപ്പർ ഹ്യൂമൻ സ്റ്റാമിന എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 100 days പുള്ളിക്ക് നിർത്താതെ സെയിം പവേഴ്സിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ റെഡ് സണ്ണൊക്കെ ഉള്ള ഒരു സ്ഥലത്ത്, ഐ മീൻ റെഡ് സൺ ഉള്ള ഒരു സ്ഥലത്ത് പുള്ളിക്ക് പോയാലും പുള്ളി ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പുള്ളിയുടെ യെല്ലോ സണ്ണിൻ്റെ പവേഴ്സ് വെച്ചിട്ട് പുള്ളിക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതും യെല്ലോ സണ്ണുള്ള ടൈമിലാണ് സൂപ്പർമാനെ ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ നെവർ ഗിവ് അപ്പ്, അത്ര തന്നെ. അതായത് ഒരുപാട് നാളത്തേക്കൊക്കെ പുള്ളിക്ക് റെഡ് സണ്ണിലൊക്കെ, ഐ മീൻ യെല്ലോ സൺ ഇല്ലാതെ പോരാടാൻ പറ്റും. പക്ഷെ എന്നാലും ഒരുപാട് ടയേർഡായി കഴിഞ്ഞാൽ പുള്ളിക്ക് യെല്ലോ സണ്ണിൻ്റെ ആവശ്യം വരും. ഇനി നമ്മുടെ സെൻട്രിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സെൻട്രിയുടെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് വാലന്റീന
ഒരു സൂപ്പർ ഹ്യൂമൻ അവെഞ്ചറിനെ ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിനാണ് നമ്മുടെ സെൻട്രിനെ ഒരു എക്സ്പെരിമെൻറ്റ് മൂലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഏതാണ്ട് കോമിക്കൽ ഒറിജിനും. അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് കൊടുത്ത പോലെ തന്നെ ഒരു സൂപ്പർ സോൾജർ സീറം, ഐ മീൻ പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ സോൾജർ സീറം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. അതാണ് ദ ഗോൾഡൻ സെൻട്രി പ്രോജക്റ്റ്. അങ്ങനെ ആ പ്രോജക്റ്റ് നടക്കുമ്പോൾ ഫുൾ ടൈം കുടിയും വലിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരാൾ, അതാണ് നമ്മുടെ ബോബ് എന്ന് പറയുന്ന ക്യാരക്ടർ. അങ്ങനെ പുള്ളി ആക്സിഡൻ്റലി ആ സീറോ എടുത്ത് കുടിക്കൂ. അങ്ങനെയാണ് പുള്ളിക്ക് ഈ പവേഴ്സ് കിട്ടുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള 2 പേഴ്സണാലിറ്റീസും കൂടി വരുന്നത്. അതായത് മെൻ്റലി ഡ്രഗ് അഡിക്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ് ഇതെടുത്ത് കുടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഹ്യൂമൻ ക്യാരക്ടർ ബോബായിട്ടും പുള്ളിയുടെ സൂപ്പർ പവേഴ്സ് കിട്ടുന്ന ആ ക്യാരക്ടർ സെൻട്രി ആയിട്ടും, ഐ മീൻ ഒരു ഓൾട്ടർനേറ്റ് വെർഷൻ പോലെ, ഒരു ഓൾട്ടർനേറ്റ് ഇപ്പോൾ നമ്മുടെ ബ്രൂസ് ബാനറും ഹൾക്കിനെയും പോലെ സെൻട്രി ആയിട്ട് മാറാണ്. അതാണ് ബോബും സെൻട്രി തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പുള്ളിയുടെ ഉള്ളിൽ തന്നെ ഓൾറെഡി ഒരുപാട് ഡാർക്ക് മെമ്മറീസ്, ഒരുപാട് ഡാർക്ക് തോട്ട്സും, ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പുള്ളിയുടെ ഉള്ളിൽ ബിൽഡായി ദ വോയിഡ് ആയിട്ട് മാറാണ്. അത് പുള്ളിയുടെ തന്നെ ഒരു ഈവിൽ ക്യാരക്ടറാണ്. കോമിക്കിലെ സെൻട്രി എന്ന് പറയുന്നതിൻ്റെ പീക്ക് ഫോമാണ്. അതായത് സൂപ്പർമാനെ ബേസാക്കി വെച്ചിട്ട് അതേപോലെ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാർവൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സൂപ്പർമാനേക്കാളും പവർഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സെൻട്രിയുടെ പവേഴ്സ് എന്ന് പറയുമ്പോൾ 1 മില്യൺ എക്സ്പ്ലോഡിങ് സണ്ണിൻ്റെ പവേഴ്സ് പുള്ളിയുടെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ആലോചിക്കാമല്ലോ പുള്ളിയുടെ പവേഴ്സ് എങ്ങനെയായിരിക്കുന്നു. സോ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് സൂപ്പർമാനായിട്ട് ഈക്വലാണ്. പക്ഷേ സൂപ്പർമാൻ്റെ അടുത്ത് ഇല്ലാത്ത ഒരുപാട് പവേഴ്സും സെൻട്രിക്ക് ഉള്ളതുപോലെ കാണിച്ചിട്ടുണ്ട്. അതായത് മാറ്റർ മാനിപ്പുലേഷൻ, മോളിക്യൂൾ മാനിപ്പുലേഷൻ, ടെലികൈനസിസ്. ഇപ്പോൾ നമ്മൾ പടത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. അതായത് പുള്ളി പുറത്തുള്ള സറൗണ്ടിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്ന നടക്കും, അതേപോലെയുള്ള പവേഴ്സൊക്കെ. പക്ഷേ അതൊക്കെ നമ്മുടെ സൂപ്പർമാനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ പുള്ളിക്ക് ലൈറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സൂപ്പർമാൻ ലൈറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പുള്ളിക്കും പറ്റും. ഹൾക്ക് സകല ദേശത്തിൽ, ഐ മീൻ പുള്ളി കാല് വെക്കുന്ന സ്ഥലമൊക്കെ ഭൂകമ്പമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് റേഡിയേഷൻസ് പുള്ളിയുടെ ബോഡിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് ബ്രേക്കറായിട്ട് ഹൾക്ക് മാറിയ ആ ടൈമിൽ സെൻട്രിയാണ് അവസാന ഓപ്ഷനായിട്ടുണ്ടാവുക. അതായത് സെൻട്രിയും തോറ്റാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം പുള്ളിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഹീറോ വേറെ ഇല്ല. അങ്ങനെ ഈ സെൻട്രിയാണ് വന്നിട്ട് നമ്മുടെ ഹൾക്കിനെ ഓൾമോസ്റ്റ് ഡിഫീറ്റ് ചെയ്യുന്നത്. ഇനി സെൻട്രിയുടെ വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ അതും പുള്ളിയുടെ മെൻറ്റാലിറ്റി തന്നെയാണ്. അതായത് പുള്ളിയുടെ ഓൾട്ടർ ഈഗോ ആയിട്ടുള്ള വോയിഡ്. അതായത് ഈ സെൻട്രി എന്ന് പറയുന്നത് ഒരു ഗുഡ് വെർഷനാണ്. ബോബ് ഓഫ് കോഴ്സ് പുള്ളിയുടെ ഹ്യൂമൻ വെർഷനാണ്. പക്ഷേ ഈ വോയിഡ് പുള്ളിയുടെ തന്നെ ഒരു ഈവിൾ വെർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ തന്നെ ട്രോമാസോ ഒക്കെ അടങ്ങിയിട്ടുള്ള പുള്ളിയുടെ തന്നെ ഒരു നെഗറ്റീവ് സൈഡാണ്. അതായത് തണ്ടർബോൾട്സിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മുടെ സെൻട്രി ആയിട്ട് പുള്ളി ഇപ്പോൾ മാറില്ല ബോബ്. കാരണം പുള്ളി സെൻട്രി ആയിട്ട് മാറുന്നോറും വോയിഡ് പുറത്ത് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അതായത് സെൻട്രി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മുടെ വോയിഡിൻ്റെ ഹങ്കർ കൂടും, വോയിഡ് പുറത്ത് വരും. ഇത് തന്നെയാണ് കോമിക്കിൽ നടക്കുന്നത്. സെൻട്രി എത്രത്തോളം നേരം പവർഫുള്ളായിട്ട് നിൽക്കുന്നോ അത്രത്തോളം വോയിഡ് പുറത്ത് വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. ശരി, ഇപ്പോൾ ഇതൊക്കെ നോക്കി ഇനി ഇവർ രണ്ടുപേരും തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതിൽ ആര് ജയിക്കുന്നൊക്കെ ഞാനിപ്പോൾ എൻ്റെ തോട്ട്സ് പറയാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഈക്വലായിട്ട് തന്നെ നിർത്താതെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഓൾമോസ്റ്റ് ഇവരുടെ പവേഴ്സ് ഈക്വൽ തന്നെയാണ്. എന്തൊക്കെ നമ്മുടെ സെൻട്രിയുടെ കയ്യിൽ സൂപ്പർമാൻ്റെ കയ്യിൽ ഇല്ലാത്ത ടെലികൈനറ്റിക് പവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സൂപ്പർമാൻ അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. കാരണം പുള്ളി അത്രയ്ക്ക് ഒരു പവർഫുൾ ബീയിങ് ആണ്. പിന്നെ ഈ ഫൈറ്റിൽ സെൻട്രിയുടെ തന്നെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ പുള്ളിയുടെ ആ മൈനസ് പോയിൻ്റ് ആണ്. അതായത് പുള്ളിയുടെ ആ വോയിഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇങ്ങനൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ സെൻട്രിയുടെ ഒരു സൂപ്പർ പവർ. കാരണം വോയിഡ് പുറത്ത് വരികയാണെങ്കിൽ, കാരണം സെൻട്രിനെ പോലെ ഹോൾ ബാക്ക് ഒന്നും ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല, അടിച്ചു കഴിഞ്ഞാൽ കൊല്ലാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് വോയിഡ്. സോ ആ ഒരു ഫൈറ്റ് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് സൂപ്പർമാനും വോയിഡും തമ്മിലാണെങ്കിൽ. അതായത് ഇപ്പോൾ സൺ എങ്ങനെയാണ് സൂപ്പർമാൻ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെയാണ് വോയിഡ് സെൻട്രിക്ക് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ളത്. ഇനി സൂപ്പർമാനെ നമ്മുടെ സെൻട്രിക്ക് ഡിഫീറ്റ് ചെയ്യണം എന്നാണെങ്കിൽ പുള്ളിയുടെ തന്നെ വീക്ക്നെസ്സിൽ കൈവച്ചാൽ മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ ഈ ഫൈറ്റ് ഇങ്ങനെ തന്നെ അന്ത്യമില്ലാണ്ട് പൊക്കൊണ്ട് തന്നെ ഇരിക്കും. കാരണം പുള്ളിയുടെ വീക്ക്നെസ് ആയിട്ടുള്ള ക്രിപ്റ്റോണൈറ്റോ യെല്ലോ സൺ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലോ സൂപ്പർമാനെ ഫൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരുവിധം സൂപ്പർമാനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രിക്ക് പറ്റൂ. കാരണം യെല്ലോ സൺ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് സൂപ്പർമാനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ പുള്ളിയുടെ ഓൾറെഡി ഉള്ള പവേഴ്സ് വെച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും കുറേ കഴിയുന്നവരും പുള്ളി ടയേർഡാവും, പുള്ളിക്ക് ഹീലാകാൻ വേണ്ടി എനർജി ഇല്ലാതെ വരും. അങ്ങനെ അത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ സെൻട്രിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ഇനി സെൻട്രീനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യും നമ്മുടെ സൂപ്പർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫൈറ്റ് ഓൾമോസ്റ്റ് എൻഡില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മുടെ സെൻട്രിയുടെ വീക്ക്നെസ്സിൽ കൈവച്ചാലേ സൂപ്പർമാനും പറ്റുള്ളൂ. അതാണ് പുള്ളിയുടെ വോയിഡ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഇപ്പോൾ തണ്ടർബോൾട്സ് പടത്തിൽ എങ്ങനെയാണോ നമ്മുടെ യെലേന ബാല പുള്ളിയുടെ മൈൻഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബോബിനെ പറഞ്ഞ് തിരുത്തിയിട്ട് വോയിഡിനെ ടേക്ക് കൺട്രോൾ ചെയ്തിട്ട് പുള്ളിനെ വീണ്ടും ഹ്യൂമൻ ഫോമിലാക്കിയത്, അതേപോലെ തന്നെ നമ്മുടെ സൂപ്പർമാനും പുള്ളിനെ ഈ വോയിഡിനെ പറഞ്ഞ് തിരുത്തി പുള്ളിയുടെ ഹ്യൂമൻ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഓഫ് കോഴ്സ് നമ്മുടെ സൂപ്പർമാൻ എന്ന് പറയുന്നത് ഒരു പ്യുവർ സോളാണ്. പുള്ളിക്ക് ആരെ വേണമെങ്കിലും മര്യാദയ്ക്ക് പറഞ്ഞ് തിരുത്താൻ വേണ്ടി പറ്റും. സോ പുള്ളിക്ക് അതൊരു ഈസി ആയിട്ടുള്ള കാര്യമാണ്.
കാരണം ഇവർ രണ്ടുപേരും നോർമലായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ കാരണം അത് അങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പോകുന്നില്ല. കാരണം മാസക്കണക്കിന് ആ ഫൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം രണ്ടുപേർക്കും അത്രയും സൂപ്പർ പവറാണ്, രണ്ടുപേരും ഈക്വൽ പവറുമാണ്. രണ്ടുപേർക്കും ഫുഡും വെള്ളമൊന്നും ഇല്ലാതെ വേണമെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സെൻട്രിനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ പുള്ളിനെ പറഞ്ഞ് തിരുത്തുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം പുള്ളിനെ നല്ല ആൾക്കാരെ കൊണ്ട് മാത്രമേ പറഞ്ഞ് തിരുത്താൻ വേണ്ടി പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, ഇപ്പോൾ സൂപ്പർമാനെ പോലത്തെ ക്യാരക്ടേഴ്സിനൊക്കെ അത് സിമ്പിളായിട്ട് തന്നെ പറ്റും. അതല്ലാതെ ഫൈറ്റ് എന്ന് എടുക്കുകയാണെങ്കിൽ തിയററ്റിക്കലി ഇത് മാത്രമാണ് പോസിബിൾ. കാരണം ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഒരു എൻഡ് ഇല്ലാതെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അടിക്കും തിരിച്ചടിക്കുക, അടിക്കും തിരിച്ചടിക്കുക, അങ്ങനെ തന്നെ. കാരണം ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ മാത്രമേ ഇവരെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. കാരണം റൈറ്റേഴ്സ് വിചാരിക്കണം എന്ന് വിചാരിച്ചിട്ട് വെറുതെ നമ്മുടെ വിഷൻ താനോസിനെ കൊല്ലുന്ന പോലെ അങ്ങനെ ലേസർ റൈറ്റിംഗ് ഒന്നും എത്തിച്ചിട്ട് കാര്യമില്ല. കാരണം അത്രയ്ക്ക് ഈക്വൽ പവേഴ്സ് ഉള്ള ക്യാരക്ടേഴ്സാണ്, അത്രയ്ക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. സോ ഒരു പ്രോപ്പർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരെ മറ്റേ ക്യാരക്ടറിനെ ഓവർപവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇപ്പോൾ എൻ്റെ തോട്ട്സൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പുള്ളിയുടെ പവേഴ്സും രണ്ടുപേരുടെ പവേഴ്സും വീക്ക്നെസ്സും ഒക്കെ ഞാൻ പറഞ്ഞു. ഈ ഫൈറ്റ് എങ്ങനെയായിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ആരായിരിക്കും ജയിക്കുക എന്നുള്ള നിങ്ങളുടെ കമൻസും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.